നിങ്ങൾക്ക് സ്റ്റേജ് ഫിയർ ഉണ്ടോ, ആക്സിഡന്റോ, അതുപോലെ നെർവസ് ആകേണ്ട വല്ല സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് മനസാന്നിധ്യം നഷ്ടപ്പെടുന്നതായിട്ട് തോന്നുന്നുണ്ടോ? സോ അതിനുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് നമ്മൾ പറയുന്നത്. ദിസ് ഇസ് കോൾഡ് മെമ്മറി ആങ്കറിംഗ് ഇൻ NLP. സോ ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. മെമ്മറി ആങ്കറിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അധികം യൂസ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു ബോഡി പാർട്ട് സെലക്ട് ചെയ്യാം. അതായത് ഇപ്പൊ റിലീജിയസ് കാര്യങ്ങളുകൊണ്ട് നമ്മൾ ഇപ്പോ മുസ്ലിംസിനാണെങ്കിൽ ചൂണ്ടുവിരല് അങ്ങനെയൊക്കെ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ശരീരഭാഗങ്ങൾ ഒഴിവാക്കുക. വളരെ നമ്മൾ അധികം യൂസ് ചെയ്യാത്ത ഒരു ശരീരഭാഗം സെലക്ട് ചെയ്യും. ഇപ്പൊ ഞാൻ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ഈ ഒരു 2 വിരലാണ് ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പിടിക്കുക, കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ അടച്ചിട്ട് നിങ്ങൾക്ക് വളരെ അഭിമാനം തോന്നിയ, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നിയ, നിങ്ങളെ കുറിച്ച് നല്ല പ്രൗഡായിട്ട് തോന്നിയ ഒരു മൊമെന്റ് വിഷ്വലൈസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾ കേട്ട എല്ലാ മൊമെന്റുകളും, എല്ലാ സൗണ്ടുകളും, ആ വിഷ്വലെല്ലാം നിങ്ങൾ ഒന്നും കൂടെ മെമ്മറൈസ് ചെയ്യുക. അപ്പൊ കണ്ട കയ്യടികള്, നിങ്ങളെ ഒരുപാട് പേര് അഭിനന്ദിച്ചിട്ടുണ്ടാവും. ആ ഒരു ഇമോഷൻ നിങ്ങൾ ഫുള്ളായിട്ട് ഫീൽ ചെയ്യുക. ഇനി ഈ സന്തോഷം അതിന്റെ ഏറ്റവും തീവ്രമായിട്ടുള്ള കണ്ടീഷനിൽ എത്തുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ഒന്ന് പ്രഷർ അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ആ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുക. വളരെ മൂർധന്യാവസ്ഥയിൽ നിന്ന് ഒന്ന് റിലാക്സ് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് റിലീസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇനി ഇത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്താലോ? നിങ്ങളൊന്ന് കണ്ണുകൾ അടയ്ക്കുക. ഈ 2 വിരല് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത വിഷ്വൽസ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ? സോ അങ്ങനെയാണെങ്കിൽ ഈ മെമ്മറി ആങ്കറിംഗ് റെഡി ആയെന്നാണ് അർത്ഥം. സോ ഇത് എപ്പോഴൊക്കെ അപ്ലൈ ചെയ്യാം? നിങ്ങൾക്കൊരു സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് ഭയങ്കരമായിട്ട് ഫിയർ തോന്നുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് കണ്ടു, അന്നേരം നിങ്ങൾക്ക് ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല, മരവിച്ച് പോവാന്നൊക്കെ പറയില്ലേ? സോ അത്തരം സന്ദർഭങ്ങളിലെല്ലാം നിങ്ങൾ ഇത് പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടുന്നതായിരിക്കും. ചില സന്ദർഭങ്ങളിൽ ഒരു ആങ്കറും കൊണ്ട് മാത്രം മതിയാവില്ല. സോ അന്നേരം നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഭാഗങ്ങളിൽ ഇതുപോലെ ആങ്കർ ചെയ്ത് ഇതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോ നിങ്ങൾക്ക് വളരെയധികം റിലാക്സേഷൻ കിട്ടും. ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് ഉള്ള ടെക്നിക്കാണ്.